ഒരു വൈദികൻ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ സവാരി ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ ഭാവനയിൽ കാണും. സൈക്കിൾ ചവിട്ടി നടക്കുന്ന ഒരാൾ. ആ സൈക്കിളിൻ്റെ ഫ്രണ്ട് വീലാണ് തിരുവചന ചക്രം. ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നാലാണ് ആ യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് വന്ന് ഈ വാഹനം മുന്നോട്ട് നീങ്ങുള്ളൂ. ഈ ചക്രം കറങ്ങണം. ബാക്ക് വീലാണ് സാമൂഹ്യ സേവന ചക്രം, സോഷ്യൽ ആക്ടിവിറ്റീസ്. തിരുവചന ചക്രം മുൻപത്തെ വീല്. ജോൺ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കണം. ബാക്ക് വീല് ലൂക്ക 3:11 രണ്ടുടുപ്പുള്ളവൻ 2 വിട്ട് നടക്കട്ടെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. രണ്ടുടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവൻ അങ്ങനെ ചെയ്യട്ടെ. ദിസ് ഷുഡ് ബി ദ ബാക്ക് വീൽ ഓഫ് അവർ സൈക്കിൾ. സൈക്കിളിന് പെഡലുണ്ട്, അത് നിരന്തരം ചവിട്ടിക്കൊണ്ട് എന്നാലാണ് സൈക്കിൾ മുന്നോട്ട് നീങ്ങുള്ളൂ. ദാറ്റ്സ് പ്രയർ. 1 തെസ്സലോനിയൻസ് 5:16 ഇടവിടാതെ പ്രാർത്ഥിക്കുക. ബ്രേക്കില്ലാണ്ട് ചവിട്ടണം. ഞാൻ ഒരു ചവിട്ടി കുറച്ചു നേരം കാത്തു മെല്ലതിരുന്ന് കഴിഞ്ഞാൽ സൈക്കിൾ പോകും മുന്നോട്ട് ഇല്ല. ഷുഡ് ബി കണ്ടിന്യൂസ് പ്രോസസ്. ഇടവിടാതെ പ്രാർത്ഥിക്കുക. പിന്നെ സൈക്കിളിന് ഓടിക്കുമ്പോൾ അവരുടെയൊക്കെ പൊടിയും അഴുക്കും ചെളിയൊക്കെ വരും. അപ്പോൾ എന്തുണ്ടാവണം? അത് സൈക്കിൾ കഴുകി വൃത്തിയാക്കണം ഇടയ്ക്കൊക്കെ. സാക്രമെൻ്റ് ഓഫ് കൺഫെഷൻ, കുമ്പസാരം എന്ന കൂദാശ. ഇനി സൈക്കിൾ അവിടെ നാൾക്ക് ശക്തി വേണം, അല്ലെങ്കിൽ കുഴഞ്ഞു വീഴും. കുർബാന ഭക്ഷണം കഴിച്ച് ശക്തി സംഭരിക്കണം. നമ്മൾ സൈക്കിളൊക്കെ ചവിട്ടി പോകുമ്പോൾ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നവരാകണം. അതാണ് അവർ പറഞ്ഞത്, ക്രിസ്തുവിനോടും ക്രിസ്തുവിൻ്റെ സഭയോടും അനുസരണയുള്ളവരായിരിക്കണമെന്ന്.